ഹായ് കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? കുറേ ദിവസമായാലും ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടല്ലയോ. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ, അപ്പോൾ നമുക്കിന്ന് കുറച്ച് അയില കിട്ടിയായിരുന്നു. അപ്പോൾ അയില ഞാൻ എങ്ങനെയാണ് കൂട്ടാൻ വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാമേ. അയില നന്നായിട്ട് 6 അയില ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ 3 അയില വറക്കാനെടുത്ത് 3 കറി വയ്ക്കാനും എടുത്തേ. എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയല്ല ശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, കറിവേപ്പില, പച്ചമുളകൊക്കെ വേണം. പിന്നെ ഇത് കുടംപുളി ഇട്ടിട്ടാണ് കറി വയ്ക്കുക. ഞങ്ങളിവിടെ എല്ലാം കുടംപുളി ഇട്ടിട്ടാണ് കറി വയ്ക്കാറില്ല, പറ്റി പിഴുപുളി ഇട്ട് കറി വയ്ക്കാറില്ലേ. അപ്പം അതും കൂടി നമുക്കൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ നോക്കണേ. വെളിച്ചെണ്ണയ്ക്കാണ് ടേസ്റ്റ്. എന്നിട്ട് നമുക്ക് ഉലുവയിട്ട് പൊട്ടിക്കാം. ഞാൻ കടുകിടത്തില്ലേ, ഉലുവയാണ് ഇട്ടത്. അതിന് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, കുറച്ച് കായപ്പൊടിയും കൂടെ വേണം. കായപ്പൊടി ഞാൻ ഇടാറുണ്ട് കേട്ടോ, അതും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ഉലുവയെല്ലാം പൊട്ടിയ ശേഷം ഞാൻ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചക്കറി ഇല്ലയോ, പച്ചക്കറി മീൻസ് ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, പച്ചമുളക് അതത്രയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാമേ. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇറക്കാറാകുമ്പോൾ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില എന്തുമാത്രം ഇടുന്നു അത്രയും ടേസ്റ്റ് കൂടും മീൻ കറിക്കൊക്കെ കേട്ടോ. കായപ്പൊടി ഇതാണ്, ഞാൻ കായപ്പൊടി ഇടുന്നുണ്ട്. കായപ്പൊടി അയിലക്കൂട്ടാനൊക്കെ ഇടും. അയിലക്കൂട്ടാൻ വലിയ മീനൊക്കെ ഇല്ല, അതിനകത്തൊക്കെ ഞാൻ കായപ്പൊടി ഇടാറുണ്ട്. ചെറിയ മീൻ്റെ അകത്തൊന്നും ഇടാറില്ല കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നിന്നിട്ട് വഴറ്റാമേ. അപ്പോൾ നമുക്ക് എളുപ്പം വഴണ്ട് കിട്ടും. അതിനാണ് ഞാൻ ഉപ്പിട്ടെ. പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി ഇത്രയും കൂടി നമുക്കിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. മുളക് പൊടി ഇച്ചിരി ഏറെ എടുക്കണം. മല്ലിപ്പൊടി കുറച്ച് മതി കേട്ടോ. എൻ്റെ സൗണ്ടെല്ലാം ഇങ്ങനെ പോയിരിക്കുക, അതുകൊണ്ടാണ് ഞാൻ ഇത്ര നാൾ വോയിസ് ഓവർ കൊടുത്ത് ഇങ്ങനെ വീഡിയോ എടുക്കാതിരുന്നത്. പനിയൊക്കെ പിടിച്ച് സൗണ്ട് പോയിരിക്കുമായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, അതിന് ശേഷം നമ്മൾ നന്നായിട്ട് പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയ ശേഷം നമുക്ക് ഈ കുടംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നില്ല, അതിൻ്റെ വെള്ളവും ആ കുടംപുളിയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ കുറുക്കി തേണ്ട ഒരു കുഴമ്പ് പരുവത്തിലാക്കി എടുക്കണം. അതിൻ്റെ അകത്ത് കിടന്ന് ഇതെല്ലാം കൂടെ ഒന്ന് നല്ല വെന്ത് അതിൻ്റെ മണമെല്ലാം മാറി വരണം, പച്ചമണമൊക്കെ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാമേ. ഈ ഒരു പരുവൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണേ. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പരുവത്തിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കണേ. ഉപ്പിച്ചിരി മുമ്പിട്ട് നിൽക്കണം, അപ്പോഴേ അത് മീനിന് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ മീൻ പിറക്കിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. 3 എണ്ണേ ഞാൻ എടുത്തുള്ളായിരുന്നേ, അപ്പോൾ കുറച്ച് മതിയായിരുന്നല്ലോ. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് ഇത് വേവിച്ച് വറ്റിച്ചെടുക്കാമേ. പിന്നെ ഞാൻ കുറച്ച് പയറുമെഴുക്ക് വരട്ടിയും അയില വറുത്തായിരുന്നു, അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. എന്നിട്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. പിന്നെ രാവിലെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അത് കൂട്ടി ഞാൻ ഉച്ചയ്ക്ക് ചോറുണ്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ കൂട്ടുകാരെ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ടാറ്റ.